വളരെ ടഫായിട്ടുള്ളതായിരുന്നു. ഇന്നേ വരെ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ടഫ് ചോദ്യപേപ്പർ ഇട്ട എല്ലാ അധ്യാപകർക്കും സന്തോഷത്തിൻ്റെയും ബാക്കിയെല്ലാം നിങ്ങൾ പൂരിപ്പിക്കുക. മണ്ടന്മാരാണോ അധ്യാപകരെ കൊണ്ട് പറയില്ല, മണ്ടന്മാരാണോ ടൈം ടേബിൾ ഇടുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഡിയർ സ്റ്റുഡൻസ്, എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കണേൽ ഒരു അർത്ഥമില്ല എന്ന് ടീച്ചർക്കറിയാം. ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായിട്ടുള്ളതായിരുന്നു. ഇന്നേ വരെ ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ ടഫായിട്ട് ഇന്നേ വരെ ചോദിച്ച് കണ്ടിട്ടില്ല. എത്രയൊക്കെ ടഫായിരുന്നാലും ഒരു 10-20 മാർക്കെങ്കിലും മിനിമം ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു 10 മാർക്കിന് പോലും ഒരു 5-6 മാർക്കാണ് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ടീച്ചേഴ്സിൻ്റെ മൊത്തം അഭിപ്രായമാണ് ടീച്ചർ പറയുന്നത്. കെമിസ്ട്രി ടീച്ചേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്. വളരെ ടഫായിരുന്നു എക്സാം. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പം നമ്മളിങ്ങനെയും ഇനി മുതൽ പ്രതീക്ഷിക്കാമെന്നുള്ളൊരു സൂചനയായിരിക്കും. സാരമില്ല, വിഷമിക്കണ്ട. നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്കൊക്കെ ഇരുന്ന് നന്നായിട്ട് പഠിച്ചെഴുതും. എന്നെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി എല്ലാവരും നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ടീച്ചറെ വന്ന് എഴുതിയത്. പക്ഷെ ഭയങ്കര പാടായിപ്പോയി ഒന്ന് വിഷമത്തോടെ വോയിസൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ വിഷമമുണ്ട്, പക്ഷെ എന്താ ചെയ്യാം. ഓക്കെ, നമസ്കാരം. +2 കെമിസ്ട്രി പരീക്ഷ, ആ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും സത്യം പറഞ്ഞ ഇപ്പോൾ മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. തൊട്ടടുത്ത പരീക്ഷ ഇനി ഏത് ലെവലിലാവും അവർ പേടിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് പരീക്ഷ വന്നു. ഫിസിക്സ് പരീക്ഷയിൽ അവർ ഞെട്ടി, ഇതെന്തോന്നെന്ന് വിചാരിച്ചിരുന്നു. അതിനടുത്ത കെമിസ്ട്രി പരീക്ഷ വന്നു. അതും കൂടി കണ്ടപ്പോൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമല്ല, ഇനി അവർക്ക് വരാനുള്ളത് ഏതാണ്? ഈ പറഞ്ഞ മാത്സ് പരീക്ഷയാണ്. ഇനി മാത്സ് പരീക്ഷ, ഫിസിക്സും കെമിസ്ട്രിയും ഇങ്ങനെ ആവുമെങ്കിൽ മാത്സ് പരീക്ഷ എങ്ങനെയാവും? ഇതാണ് ഇവരുടെ എല്ലാവരും വേവലാതി. ഞാൻ ആദ്യം ഇട്ടത് ഒരു ടീച്ചർ പറഞ്ഞ വോയിസാണ്. ആ ടീച്ചറിന് തന്നെ വളരെ സങ്കടമാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട്. ഇതെങ്ങനെ കുട്ടികൾ എഴുതുമെന്ന് അവർ ചോദിക്കുന്നു. മനസ്സിലായോ? ഇതെങ്ങനെ കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആ മഹാനായ വ്യക്തിയെ കൊണ്ടെങ്കിൽ ആദ്യം അവനെ കൊണ്ട് ഈ പരീക്ഷ എഴുതിപ്പിക്കണം. മനസ്സിലായോ? അവനെ കൊണ്ട് പരീക്ഷ, അവൻ എന്തോ ആരോടത്തോ തീർക്കാനുള്ള ഒരു വൈരാഗ്യം പോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ആരും ജയിക്കേണ്ട, അങ്ങനെ നീയൊക്കെ ഒന്ന് ജയിക്കേണ്ടതാ, അങ്ങനെ വേണ്ട. ഈ പരീക്ഷ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയതിന് ശേഷം, അല്ല ഇതിന് ആൻസർ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ജയിച്ചാൽ മതി. അങ്ങനെ ചുളിവിൽ ജയിച്ചുകൊണ്ട് പോകണ്ട എന്നൊരു എന്താ പറയണ്ടത്, എന്തോ ഒരു വാശി പോലെയാണ് ആ ഈ ചോദ്യ പേപ്പർ ഉണ്ടാക്കിയവൻ. അവൻ ഈ പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഈ പ്രായത്തിലുള്ള മക്കളുകൾ ആരും കാണത്തില്ല. മനസ്സിലായോ? അവൻ ഈ പ്രായത്തിൽ 10ാം ക്ലാസ് പഠിക്കുന്നതോ അല്ലെങ്കിൽ +2 പഠിക്കുന്ന മക്കളുകൾ ആരും കാണത്തില്ല. എങ്ങനെയെങ്കിലും ഞാനൊരു ക്രിറ്റാക്കട്ടെ, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് കരുതി ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ അവനെയാണ് ആദ്യം പൊക്കാനുള്ളത്. അത് സാറെന്ന് വിളിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? കുട്ടികളുടെ മാനസികാവസ്ഥ, നിങ്ങൾക്ക് ഈ ടഫ് ക്വസ്റ്റ്യൻ ഈ കുട്ടികൾക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളതല്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊരു മുന്നറിയിപ്പ് കൊടുക്കണമായിരുന്നു. അതായത് മോഡൽ പരീക്ഷ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു മോഡലാണത്. ഈ പബ്ലിക് പരീക്ഷ എങ്ങനെ ഉണ്ടാവും അതിനുള്ളൊരു മോഡൽ. ആ മോഡലുമായിട്ട് പുലബന്ധവും കൂടി ഇല്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത ക്വസ്റ്റ്യൻ മോഡലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിങ്ങൾ പബ്ലിക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ചെറിയൊരു സൂചന കൊടുക്കേണ്ടേ? ഒരു സൂചന കൊടുക്കേണ്ടി പാട്ടും പാടി സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട്, പാട്ടും പാടി ഒരു സിനിമ കണ്ടുകൊണ്ടിട്ട് പെട്ടെന്ന് പോയി ഈ പറയുന്ന ഒരു മറ്റേ മാർക്ക് കൊണ്ടുപോലെ ആയിപ്പോവല്ലോ. മനസ്സിലായി? പെട്ടെന്ന് അവർ ഞെട്ടിപ്പോയി ഇതെന്താണെന്നുള്ളത്. അപ്പം ആദ്യമേ അവർക്ക് ആ ഒരു മോഡൽ കൊടുത്തിരുന്നു എങ്കിൽ അവർക്ക് ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. അല്ലാതെ അവർക്ക് കഴിവോ ബുദ്ധിയൊന്നും ഇല്ലാത്ത നിങ്ങളുടെ പാറ്റേൺ അതായിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കും. ഇനി ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഇത് ഇത്രയും പ്രശ്നമായെന്ന് ഒരു ചെറിയൊരു വീഡിയോ, ഒരു പയ്യൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ കെമിസ്ട്രി പരീക്ഷ എഴുതിയതിന് ശേഷം പയ്യൻ വന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഇത് തന്നെയായിരുന്നു ഫീലിംഗ്. ഈ പയ്യൻ വന്ന് നേരിട്ട് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അത് കേട്ടു നോക്കാം. ആദ്യം +2 കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ്. ഫിസിക്സ് പാടായിരുന്നു, അതുകൊണ്ടായിരിക്കും അവർ കെമിസ്ട്രി ഈസി ആക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്ര ഈസി ആക്കി തന്നത്. എല്ലാം എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ ആ രോഷം, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ആ പയ്യന്റെ രോഷം അവിടെ കാണാം. എന്തൊക്കെ എറിഞ്ഞ് പൊളിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട്. അതിന് ക്വസ്റ്റ്യൻ മാത്രമേ അറിയാം, വേറെ ഒന്നും ആൻസർ ഒന്നും അറിയത്തില്ല.
ക്വസ്റ്റ്യൻ അല്ല, ഇതേ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഇവനിത് എന്ത് ചെയ്യുന്നു. ഈ ഒരു ദേഷ്യം ഈ മീഡിയ വഴി അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു തീർക്കുന്നു, അവൻ്റെ ദേഷ്യം അവിടെ തീരും. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഒരുപാട് നല്ല മാർക്ക് വേണമെന്ന് പറഞ്ഞ് ഈ പഴയത്തെ പാറ്റേണും പഴയത്തെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ പഠിച്ച് ചെന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ പഠിച്ചതൊന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല. മനസ്സിലായി? ചിലവർക്ക് ഇത് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ എനിക്ക് ഒട്ടും, കാരണം എല്ലാ പരീക്ഷയിലും ഇപ്പം ഒരു ഉദാഹരണം പറയാം, ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് വെച്ചോ. എല്ലാ പരീക്ഷയിലും ഒരു 80 എബോവ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെന്ന് കരുതിക്കും. എല്ലാ പരീക്ഷയും എങ്ങനെയൊക്കെ അവൾ പഠിച്ച് അല്ലെങ്കിൽ അവൻ പഠിച്ച് ഒരു 80 എബോവ് മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഈ ഒരു പരീക്ഷയിൽ ആ 80 എന്ന് പറഞ്ഞ ടബേനെ ഒരു 40ക്ക് താഴേക്ക് അല്ലെങ്കിൽ ഒരു 30ക്ക് മുകളിലോട്ട് പോലും സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു ഫീൽ. കാരണം ഈ ഇത്രയും വർഷം പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവർ കണ്ടിട്ടേ ഇല്ല. പെട്ടെന്നാണ് അവർക്ക് ഈ ഒരു ഇത്രയും ഞാൻ താഴ്ന്നു, അല്ലെങ്കിൽ ഞാൻ മാത്രമാണോ, അയ്യോ എനിക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു എന്നൊരു ചിന്ത വരുമ്പോൾ കൊച്ചു കുട്ടികളാണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്കത് താങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇനി ഇതെന്തുകൊണ്ട്, ഇതെന്തൊക്കെയാണ് ഇവർക്ക് പറ്റിയെന്ന് ഒരു അധ്യാപകൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയും കൂടി നമുക്ക് കാണാം. അതിൽ ഇവർക്ക് പറ്റിയ തെറ്റുകൾ എന്തെന്നുള്ളത് കാണാം. ആ ഒരു വീഡിയോയും കൂടി ഞാൻ സൈഡിൽ കൊടുക്കാം, കേട്ടോ. ചോദ്യപേപ്പർ ഇട്ട എല്ലാ അധ്യാപകർക്കും സന്തോഷത്തിൻ്റെയും ബാക്കിയെല്ലാം നിങ്ങൾ പൂരിപ്പിക്കുക. നമസ്കാരം. വലിയ തെറ്റ് ഈ ഉച്ചയ്ക്ക് നടത്തേണ്ട വലിയ തെറ്റ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്. 2, നമ്മൾ ആദ്യം പറഞ്ഞതാണ് ടൈം ടേബിളിൻ്റെ വളരെ മോശമായ ടൈം ടേബിൾ ഇടുന്ന രീതി. അത് പണ്ടും ഇന്നും മണ്ടന്മാരാണോ, അധ്യാപകരെ കൊണ്ട് പറയില്ല, മണ്ടന്മാരാണോ ടൈം ടേബിൾ ഇടുന്നതെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇത് അധ്യാപകരാണോ അതോ ഇനി വേറെ വല്ല ബംഗാളികളെ കൊണ്ടുവന്ന ലേബർ ക്യാമ്പിൽ കൊണ്ടുവന്ന് ഈ ടൈം ടേബിൾ ഇടുവാണെന്ന് സംശയമുണ്ട്. കാരണം മാത്സിന് 7 ദിവസം, ഫിസിക്സിന് 1 ദിവസം, ബയോളജിക്ക് 1 ദിവസം, കെമിസ്ട്രിക്ക് 2 ദിവസം. എന്നാൽ പിന്നെ അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് 3 ദിവസം വെച്ച് കൊടുക്കരുതോ? 3 ഗംഭീര മോഡൽ എക്സാമുകൾ. ഇങ്ങനെ വേണം മോഡൽ എക്സാം നടത്താൻ. അതറിയോ, മോഡൽ എക്സാം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു പാറ്റേൺ ഫോളോ അത്യാവശ്യം 100% ഒന്നും ഞാൻ പറയത്തില്ല, ഒരു 60% 70% ഫോളോ ചെയ്യാൻ പറ്റണം. ഇനി എത്ര ക്വസ്റ്റ്യൻ പേപ്പർ പ്രഗത്ഭരാണെന്ന് പറഞ്ഞാലും അധ്യാപകരാണല്ലോ. സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ ഇവരൊക്കെ അങ്ങ് മാറും, അധ്യാപകരായാലും. അന്നേരം അവന് ടെൻഷനും ഒക്കെയാണ്. ബാക്കിയുള്ളവരുടെ ഇത് വരുമ്പോൾ ടെൻഷൻ പ്രശ്നമില്ലല്ലോ. അന്നേരം മോഡൽ എക്സാം വളരെ ഈസി ആക്കുകയും പബ്ലിക് എക്സാം ടഫാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ഇടുകയും ചെയ്യുന്ന രീതി. അതായത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, പുലബന്ധം പോലും ഇല്ല. പുള്ളി പറയുന്ന കറക്റ്റാണ്. ഈ 3 കാര്യങ്ങൾ, ഒന്നാമത്തെ കേസ് നോമ്പ് കാലമാണ് അല്ലേ. നോമ്പ് കാലത്തിൽ ഉച്ചയ്ക്കാണ് ഇവരുടെ പരീക്ഷ വെച്ചത്. അവിടെയൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്താണ് ഉച്ചയ്ക്കൊക്കെ രാവിലെയൊക്കെ പരീക്ഷ വരുന്നതിന് കൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് അറിഞ്ഞില്ല. നട്ടുച്ചയ്ക്ക് ഈ നോമ്പ് പിടിച്ചുകൊണ്ട് അവിടെ ചെന്നിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആ ഒരു മാനസിക ടെൻഷൻ അറിയാലോ. അത് ആഹാരമൊക്കെ കഴിക്കാതെ പോയിരിക്കുന്നു, ക്ഷീണിച്ച് പോയിരിക്കുന്നു. അവിടെ നിന്ന് ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കുട്ടികൾ മാനസികമായിട്ട് അങ്ങ് തകർന്നു പോകും. രണ്ടാമത്തെ അവർ പറഞ്ഞ ടൈം ടേബിളിൻ്റെ കേസും ഇതുപോലെയാണ്. അതായത് മാത്സിന് ഒരു 5 ദിവസം, പിന്നീട് 7 ദിവസമൊക്കെ എന്താ പറയുന്നത് മാത്സിന് അവധി, പിന്നീട് അവർക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. ഫിസിക്സിന് ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ 3 ഏറ്റവും കൂടുതൽ ഇവർക്ക് ടഫായിട്ട് വരുന്നത്. അപ്പം ഇവർ പറയുന്നത്, ഈ പുള്ളി പറയുന്നതാണ്, ഈ ഒരു അധ്യാപകനാണ്, പുള്ളി പറയുന്നതാണ് എല്ലാവർക്കും 3 ദിവസം കൊടുത്താൽ മതി എന്നുള്ളതാണ്. അതുമല്ല നമുക്കറിയാം CBSE-ക്കൊക്കെ ഓരോ മാത്സിനൊക്കെ 10 ദിവസമൊക്കെയാണ്. 10 ഒരാഴ്ച എങ്ങനെ പോയാലും ഓരോ വിഷയം കഴിയുമ്പോൾ ഓരോ ആഴ്ച കിട്ടും. എന്തിന് നിങ്ങൾ ഇത്രയും വെപ്രാളപ്പെട്ടിനെ ഇങ്ങനെ പരീക്ഷ എഴുതി ഒരാഴ്ച കൂടി കൊടുക്കുന്നത്? ഇത്രയും കൊല്ലം കൊണ്ട് പഠിച്ച് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു പരീക്ഷ നിങ്ങൾ ഒരാഴ്ച കൂടുതൽ കൊടുക്കുക. അവരിന്ന് പഠിക്കട്ടെ, നിങ്ങൾ തുടക്കം അടുത്ത് ടബനെ വെച്ചിട്ട് ഇവരെന്തിന് എന്തോ ഓട്ട മത്സരം ഇത് അങ്ങനെ വെക്കേണ്ടവര് പഠിച്ചല്ലേ എഴുതട്ടെ, അവർ പഠിക്കാനുള്ള സമയം കൊടുക്കുക. അത് ആ ഒരു സെറ്റപ്പ് മാറ്റണം എന്നുള്ളതാണ്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഈ പുള്ളി എടുത്തു പറയുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം പറഞ്ഞൊരു കാര്യം എന്താണ്, മോഡൽ എക്സാം എന്ന് പറഞ്ഞപ്പോൾ പബ്ലിക് പരീക്ഷൻ്റെ ഒരു മോഡൽ, പബ്ലിക് പരീക്ഷ എങ്ങനെയാവും അതിൻ്റെ ഒരു മോഡൽ എന്നാണ് മോഡൽ എക്സാം. അത് ഇതുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലായിരുന്നു. ഇപ്പോൾ മോഡൽ എക്സാം വളരെ ഈസി ആക്കുകയും പബ്ലിക് പരീക്ഷ വന്ന് എന്ത് ചെയ്തു, വളരെ ടഫ് ആക്കുകയും ചെയ്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത, നമ്മൾ 24-ൽ വന്ന വാർത്തയും കൂടി നമുക്ക് കേൾക്കാം. അതിനുശേഷം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഓക്കെ. ഒരു A+ നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും, അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ. മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. എന്തായാലും +2 വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ. +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി.
മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗങ്ങളിലെ 1 മാർക്കും 2 മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു. അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ 2 എണ്ണം അറിയാത്ത അവസ്ഥ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം. ഫിസിക്സ് 14 ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയറും നോക്കിപ്പോയ ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോൾ, പഠിച്ചതുള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു. അത്ര ഇപ്പോൾ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റുവാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയ എന്താ, ഈ മോഡൽ ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിൽ വേറൊരു പാറ്റേൺ ആണ് അവർ തന്നെ. അപ്പോൾ ഈ മോഡൽ എക്സാമിന്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല. ഇതുപോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു നേരത്തെ ഒരു സാമ്പിളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി പ്രിപ്പയർ ആവായിരുന്നു. 40% ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നതും അടുത്ത 40% ശരാശരി നിലവാരമുള്ളതും ബാക്കി 20% കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയത് വലിയ പരീക്ഷാ പേടിയും മാനസിക സമ്മർദ്ദവുമെന്നും രക്ഷിതാക്കൾ. ഒരു പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു, അപ്പൊ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി, ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ. അപ്പൊ അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വന്നപ്പോൾ ആ പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നതിലുള്ള ക്വസ്റ്റ്യനല്ല വന്നിരിക്കുന്നത്, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റ്യനാണ് ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒന്നും മനസ്സിലാകുന്നില്ല. വരാനിരിക്കുന്ന ഗണിത പരീക്ഷയും ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ. മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടായില്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭയവും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. ഓക്കെ, ഇവിടെ എല്ലാം കുട്ടികൾ, രക്ഷകർത്താക്കൾക്ക് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചാണ് ഇരിക്കുന്നത്. ഈ കുട്ടികൾ നാളെ എന്തെങ്കിലും ഈ കുട്ടികൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ മെച്ചുവറുള്ള കുട്ടികളല്ല, ഇനി ഇതൊക്കെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ഇതിലൊരു മാറ്റം വരുത്തുകയുള്ളൂ എന്ന് ആദ്യമേ തന്നെ ഒരു കാര്യം നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇതിന് ഒന്നീ മോഡറേഷൻ തരികയോ അല്ലെങ്കിൽ പരീക്ഷ മാറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആരും ഒരു വേറെ വിഷമവും കാര്യങ്ങളൊന്നും വെക്കേണ്ട. ഇതിനെന്തായാലും മോഡറേഷൻ കിട്ടുമെന്നുള്ള അറിവൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനിയും ഇതിൽ നമുക്കിനി എന്ത് ചെയ്യാം? ഈ മോഡറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ മോഡറേഷൻ നമ്മൾ ഇവിടെ കിടന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ കാര്യമില്ല. മോഡറേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. ജസ്റ്റിസ് ഫോർ +2 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹാഷ്ടാഗ് ഇപ്പോൾ വൈറലാകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഈ ശിവൻകുട്ടിയുടെ അവിടെ പോയി അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാ പേജിലോ എവിടെയെങ്കിലും പോയി നിങ്ങളുടെയൊക്കെ ആ ഒരു സംഭവം എഴുതിയിരുന്ന നല്ലതായിരിക്കും. അതായത് ശിവൻകുട്ടിയുടെ ആ പേജിൽ വന്ന ഒരു കമന്റ്, ഒരു കുട്ടി ചെയ്ത ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. അത് നിങ്ങളൊന്ന് കേട്ടോ. നമസ്കാരം സാർ, ഞാനൊരു +2 വിദ്യാർത്ഥിയാണ്. ഇന്ന് കഴിഞ്ഞ കെമിസ്ട്രി എക്സാം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഞങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഞങ്ങളുടെ +2 എക്സാം ഇത്രയും ബുദ്ധിമുട്ടാകാനായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു മോഡൽ എക്സാം നടത്തിയത്? കുറഞ്ഞത് പാസ് മാർക്ക് വാങ്ങാൻ ഉള്ളതെങ്കിലും ഇടുക എന്നത് ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ നീതി ആയിരുന്നില്ലേ? പലരുടെയും മാനസിക നില വളരെ ബുദ്ധിമുട്ടാക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയായിരുന്നു ഇത്. ഒരു 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിലും ആയിരുന്നു ഇത്. നാളെ ഒരു കുട്ടി എക്സാമിൽ മാർക്ക് കുറഞ്ഞതിൽ മനസ്സ് വിഷമിച്ച് സ്വന്തം ജീവൻ ഒടുക്കിയാൽ ആരെങ്കിലും സമാധാനം പറയുമോ? നഷ്ടം കുട്ടിക്കും കുട്ടിയുടെ കുടുംബത്തിന് മാത്രമല്ല. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ ലിബറൽ ആക്കുകയോ മോഡറേഷൻ തന്ന് പാസ് മാർക്ക് നൽകുകയോ ചെയ്യണം എന്ന് മുഴുവൻ +2 വിദ്യാർത്ഥികളെയും മുൻനിർത്തി ഞാൻ അപേക്ഷിക്കുകയാണ്. മനസ്സിലായോ? ആ കുട്ടിയുടെ ഒരു വേവലാതിയാണ് അല്ലേ? ഒന്നുകിൽ വാല്യുവേഷൻ ലിബറൽ ആക്കുകയോ അല്ലെങ്കിൽ മോഡറേഷൻ തന്നോ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂടെ? അങ്ങനെ എന്തെങ്കിലും ഇത്രയും ടഫായിട്ടില്ല. കാരണം ഈ ടഫ് ക്വസ്റ്റ്യൻ നമ്മളെ ഈ കുട്ടികളെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല. കുട്ടികൾക്കൊക്കെ ഇത് എഴുതാൻ പറ്റും. പക്ഷെ മോഡൽ എക്സാം ഇത്രയും ഈസി ആയിട്ട് വരികയും പിന്നെ അതിനുശേഷം ഈ പറയുന്ന പബ്ലിക് എക്സാമിലേക്ക് അതിന്റെ നേരെ ഉൾട്ടായിട്ട് വരുമ്പോഴും സ്വാഭാവികമായിട്ട് ആരും പഠിക്കത്തില്ല. അപ്പോൾ ഞാനായാലും അങ്ങനെയാണ്. മോഡൽ എക്സാം ഇത്ര ഈസി അല്ലേ, അപ്പോൾ ഈ പാറ്റേൺ ആയിരിക്കും വരുന്നത് എന്ന് കരുതി പോയപ്പോൾ അവിടെ ചെന്ന് അതിന്റെ മറ്റൊരു പാറ്റേൺ ഇട്ടത് വളരെ വളരെ തെണ്ടിത്തരമായപ്പോൾ അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം. ഈ കുട്ടികളുടെ വേവലാതികൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കമന്റ് ഈ പറയുന്ന ഈ ശിവൻകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലേക്ക് കമന്റുകൾ നിങ്ങൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞ് ഈ ജസ്റ്റിസ് ഫോർ +2 സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹാഷ്ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനൊരു എന്തായാലും എൻ്റെ ഒരു ഇതനുസരിച്ച് ഉറപ്പായിട്ടും ഇതിനൊരു മോഡറേഷൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. എങ്കിലും ഇതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ വിദ്യാഭ്യാസപരമായ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ നല്ല കൃത്യമായിട്ട് വാല്യൂ ചെയ്ത് കൃത്യമായിട്ട് കൂടി ചർച്ച ചെയ്ത് അത് എങ്ങനെ അത് അപ്ലൈ ചെയ്യാം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊക്കെ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷണത്തിന് പോകാം. പരീക്ഷിക്കാനുള്ള കുട്ടികളുടെ ഭാവി വെച്ചല്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങളുടെ അപ്പുറം നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.